നവജാത ശിശുക്കൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും ശിശുഹത്യയും വർദ്ധിച്ചു വരുന്ന സാഹചര്യം പൊതുസമൂഹത്തെ ആകെ ആശങ്കപ്പെടുത്തുന്നു. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങളാണ് അടുത്തിടെ ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നൊന്ത് പ്രസവിച്ച കുഞ്ഞുമക്കളെ വേണ്ടാത്തവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഇതാ അവരെ സ്വീകരിക്കാൻ അമ്മത്തൊട്ടിലുണ്ട്. ഈ ലോകത്തിന്റെ നന്മകൾ കണ്ടറിഞ്ഞ് അവരും വളരട്ടെ. കുട്ടനാട്ടിലെ തകഴിയിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ എത്തിയ മറ്റൊരു വാർത്ത ഏവരുടെയും മനസ്സുലയ്ക്കുന്നതായിരുന്നു. ചേർത്തല പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായത് അമ്മയും അവരുടെ ആൺസുഹൃത്തും. രണ്ട് സംഭവങ്ങളും നടന്നിട്ട് അധിക നാളായിട്ടില്ല. ആലപ്പുഴ ജില്ലയുടെ പരിധിയിൽ നടന്ന ഈ കേസുകളിലെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. അതേസമയം ജില്ലയിൽ നവജാത ശിശുഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ ആശങ്കയോടെയാണ് പൊതുസമൂഹവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും വീക്ഷിക്കുന്നത്. ശരിക്കും അത് ഒരു നെഗ്ലിജൻസിന്റെ ഭാഗമാണ് അമ്മമാരുടെ ഭാഗത്ത് നിന്ന്. അത് ഗർഭിണിയാകുമ്പോൾ അവർക്ക് അറിയാം അല്ലേ. അപ്പൊ ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം മെഡിക്കൽ സൗകര്യങ്ങളുള്ളൊരു നാടാണ് നമുക്ക് MGP ചെയ്യാൻ. ഇപ്പം തന്നെ അതിന്റെ പീരീഡ് കുറച്ചും കൂടെ സുപ്രീം കോടതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിന് പകരം ഈ ജീവനുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ വേദനയുള്ള ഒരു സംഭവമായിട്ട് വേണം കരുതാൻ. അത് ഒരു വേള നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിന് ഇവർക്ക് അതിജീവിക്കാൻ പറ്റാത്ത മാനസിക സാഹചര്യം ഉണ്ടാവാം. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തിന്റെ സംരക്ഷണത്തിനായി 2002 നവംബർ 14 സംസ്ഥാന ശിശുക്ഷേമ സമിതി തുടങ്ങിവെച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. ആലപ്പുഴ ജില്ലയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെ മതിലിനോട് ചേർന്നാണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ബീച്ചിലേക്കുള്ള റോഡിൽ റെയിൽവേ ക്രോസ് കടന്ന് മുന്നോട്ടു പോകുമ്പോൾ ഇടതുഭാഗത്തായി ഇത് കാണാം. സ്വകാര്യത പൂർണ്ണമായും ഉറപ്പാക്കി ഇവിടെയുള്ള തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്താം. യാതൊരു വിവരങ്ങളും നൽകേണ്ട ഉത്തരവാദിത്തമില്ലാതെ തന്നെ സ്വന്തം വ്യക്തിത്വം പുറത്താക്കാതെ മാതാവിനോ മറ്റുള്ളവർക്കോ ഈ തൊട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടു കിടത്താൻ സാധിക്കും. ഇങ്ങനെ ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളുടെ തുടർപരിചരണവും സംരക്ഷണവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുത്ത് ചെയ്യും. ദത്തെടുക്കൽ നിയമപ്രകാരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കാത്തിരിക്കുന്ന അനേകം ദമ്പതിമാരുണ്ട്. ഇതിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് കുട്ടികളെ ദത്ത് നൽകുവാനുള്ള സംവിധാനങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ജില്ലയിൽ നവജാത ശിശുഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആൾത്തിരക്ക് അധികമില്ലാത്തിടത്ത് അമ്മത്തൊട്ടിൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അമ്മത്തൊട്ടിലിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട്ടാണ് CWC നീങ്ങുന്നത്. പുതിയൊരു അമ്മത്തൊട്ടിൽ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഒരു അമ്മത്തൊട്ടിലിന്റെ ആവശ്യം അതൊരു ആവശ്യമായിട്ട് ഉന്നയിച്ച് നമ്മൾ ആശുപത്രി സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും കണ്ട് അതിന്റെ സ്ഥലം നമ്മൾ കണ്ട് അത് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അവിടെ ഒരു അമ്മത്തൊട്ടിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി. കാരണം മെഡിക്കൽ കോളേജിലും ധാരാളം ഡെലിവറികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു നവജാത ശിശുവും ഉപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് മരണപ്പെടാനൊരു സാഹചര്യം ഇല്ലാതുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നു. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഏത് സാഹചര്യത്തിലും ഒരു കുഞ്ഞു ജീവൻ പൊലിയാതിരിക്കണം. നാളെയുടെ വാഗ്ദാനങ്ങളായി ഓരോ കുഞ്ഞുമക്കളും വളർന്നു വരട്ടെ.